ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായ സെറ്റ് എയുടെ മൂന്നാമത്തെ പാർട്ടാണ്. അതായത് സെക്ഷൻ സി ആണ് നമ്മൾ ഈ പാർട്ടിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. 16ാമത്തെ ചോദ്യത്തിൽ എ ഓർ ബി ക്വസ്റ്റ്യൻ ആണ്. രണ്ടും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 14ാമത്തെ ചോദ്യം നമുക്ക് ആദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 2, 1 ആൻഡ് 8, 9 ഈസ് എ പോയിന്റ് ഓൺ ഇറ്റ്. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത് കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ, രണ്ടാമത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. അതായത് ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം 2, 1 അതിലെ ഒരു ബിന്ദു 8, 9 ആണ്. വൃത്തത്തിൻ്റെ ആരം കണക്കാക്കണം, വൃത്തത്തിൻ്റെ സമവാക്യവും എഴുതണം. ഇവിടെ ഞാൻ സർക്കിൾ അഥവാ വൃത്തം വരച്ചിട്ടുണ്ട്. സെൻറ്റർ അഥവാ കേന്ദ്രത്തിന് 2, 1 എന്നും ഏതെങ്കിലും ഒരു ബിന്ദുവിന് 8, 9 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒന്നാമത്തത് ആരമാണ്. ആരം അഥവാ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം അല്ലേ. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. എക്സുകൾ തമ്മിൽ കുറയ്ക്കുക. അതായത് 8 - 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിൽ കുറയ്ക്കുക 9 - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 8 - 2 പോകുമ്പോൾ 6 സ്ക്വയർ പ്ലസ് 9 - 1 പോകുമ്പോൾ 8 സ്ക്വയർ ഈക്വൽ ടു 36 പ്ലസ് 64. ഇപ്പോൾ റൂട്ട് 100 കിട്ടിയല്ലോ. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 യൂണിറ്റ്. ഇനി ഇവിടെ വൃത്തത്തിൻ്റെ സമവാക്യം എഴുതണം. അഥവാ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അഥവാ സമവാക്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സും വൈയും ഉണ്ടാകണം അല്ലേ. എക്സ് മൈനസ് കേന്ദ്രത്തിൻ്റെ എക്സ് സൂചക സംഖ്യ, സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സെൻറ്ററിൻ്റെ വൈ കോർഡിനേറ്റ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസിൻ്റെ സ്ക്വയർ. റേഡിയസ് അഥവാ ആരത്തിൻ്റെ സ്ക്വയർ. ആരം ഇപ്പോൾ 10 എന്ന് കിട്ടി, 10ൻ്റെ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്കിവിടെ സെൻറ്ററിന് എ ബി എന്നും എടുത്തു, റേഡിയസിന് 6 എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതുമ്പം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ അങ്ങ് എഴുതിയാലും മതി, മാർക്ക് അനുസരിച്ചിട്ട് ചെയ്യുക. കൂടുതൽ മാർക്ക് ഇതിനുണ്ടെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചതാണ്. എ സ്ക്വയർ മൈനസ് 2ab 4x പ്ലസ് 4 പ്ലസ് ബി സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 അതുപോലെ എക്സ്പാൻഡ് ചെയ്യുക. വൈ സ്ക്വയർ മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ആദ്യം എക്സ് സ്ക്വയറിൻ്റെ പദം എഴുതുക, പിന്നെ വൈ സ്ക്വയറിൻ്റെ പദം എഴുതുക, പിന്നെ എക്സിൻ്റെ പദം -4x, പിന്നെ വൈയുടെ പദം -2y, പിന്നെ ഇവിടെ +4ഉം +1 ഉണ്ട്. അപ്പോൾ +5 അല്ലേ. ഇനി ഈ 100 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -100 ഈക്വൽ ടു 0 അല്ല. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ -4x -2y -95 ഈക്വൽ ടു 0. ഇവിടം വരെ എഴുതിയാൽ മതി, ഉത്തരവായിട്ടുണ്ട്. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ ABCD ഈസ് എ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ്സ് പാരലൽ ടു ദ ആക്സിസ്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വേർട്ടിസസ് B ആൻഡ് D. രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AB. മൂന്നാമത്തത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AC. അതായത് ചിത്രത്തിൽ ABCD ഒരു ചതുരമാണ്. അതിൻ്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരവുമാണ്. ബിയുടെയും ഡിയുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. AB-യുടെ നീളം കാണണം, AC-യുടെ നീളവും കാണണം. ഇവിടെ ABCD ഒരു റെക്റ്റാങ്കിൾ ആണ് തന്നിട്ടുണ്ട്, ചതുരമാണ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സൈഡുകൾ ആക്സിസിന് പാരലലാണ്, അക്ഷങ്ങൾക്ക് സമാന്തരമാണ് അല്ലേ. പിന്നെ ഇവിടെ 2 പോയിന്റും പോസിറ്റീവായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്സിസ് വരയ്ക്കാതെ കണ്ടുപിടിക്കാം. ഇനി വരച്ചും കൂടെ ഞാൻ കാണിച്ചു തന്നേക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ആക്സിസ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ എ എന്ന പോയിന്റ്, എ എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ് അല്ലേ. അപ്പോൾ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്ന പോയിന്റ് എത്ര വരും? ഇത് 2 ആണ്. വൈ കോർഡിനേറ്റോ 5 ആണ്, വൈ സൂചക സംഖ്യ. അപ്പോൾ വൈയിലേക്ക് വരുന്നത് 5 എന്നുള്ള പോയിന്റിലേക്കാണ്. ഇനി സി നോക്കിയാലോ.
സി നോക്കിയാൽ എക്സിലേക്ക് വരുന്നത് എത്രയാണ്? 10 വൈയിലേക്കുള്ളത് 11 അല്ല. ഇപ്പം നമുക്കിനി ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ബിയുടെ എക്സ് സൂചക സംഖ്യ എന്ത് വരും? 10 വൈ സൂചക സംഖ്യ 5 വരും. അതേപോലെ ഡിയുടേത് എക്സിലേക്കുള്ളത് 2 വൈയിലേക്കുള്ള 11. അപ്പോൾ ഡി 2 11. സിമ്പിൾ അല്ലേ? ഒന്നാമത്തെ ആൻസറായിട്ട് എന്ത് എഴുതാം? ബി 10 5, ഡി 2 11. ഇനി രണ്ടാമത്തെ പാർട്ട് എ ബിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ മുതൽ ബി വരെയുള്ള ദൂരം, നീളം അല്ലേ? അപ്പോൾ ഇത് എക്സ് ആക്സിസിന് പാരലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ വൈ കോർഡിനേറ്റ്സ് സെയിം ആയിട്ട് കിടക്കുന്നത്. 5 5 അല്ലേ? വൈ സൂചക സംഖ്യ സെയിം ആയിട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് എക്സുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതിയല്ലോ. അതായത് 10ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 10 - 2 = 8 അല്ലേ? ദൂരമല്ലേ? ഇനി മൂന്നാമത്തത് എ സിയുടെ നീളം, എ മുതൽ സി വരെയുള്ള, ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇത് ആക്സിസിന് പാരലാണ്, അക്ഷങ്ങൾക്ക് സമാന്തരമായതുകൊണ്ട് സമാന്തരവുമാണ്, ഇത് ചതുരവുമാണല്ലോ. അപ്പം ഓരോ ആംഗിളും 90 ഡിഗ്രിയാണ്. നമുക്ക് 2 തരത്തിൽ കണ്ടുപിടിക്കാം. ദൂരം കണ്ടുപിടിക്കാനായിട്ട് √ഓഫ് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസം 10 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 11 - 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10ൽ നിന്ന് 2 പോകുമ്പോൾ 8, 8 സ്ക്വയർ പ്ലസ് 11ൽ നിന്ന് 5 പോകുമ്പോൾ 6 സ്ക്വയർ അല്ലേ? ഈക്വൽ ടു 64 പ്ലസ് 36. ഇപ്പോൾ √100 എന്ന് വരും, അല്ലെങ്കിൽ 10 എന്ന് കിട്ടും. ഇനി ഇത് ചതുരമായതുകൊണ്ട് മട്ടകോണാണല്ലോ, 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് ഇത് ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ ദൂരം നമുക്കിപ്പോൾ കിട്ടി 8 ഇവിടുത്തെ ദൂരവും അതുപോലെ കണ്ടുപിടിക്കാം. കാരണം വൈകളാണ് വ്യത്യാസം. 11ൽ നിന്ന് 5 പോകുമ്പോൾ 6 വരും അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. 10 തന്നെ കിട്ടും. ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. ഇനി നമുക്ക് 16ാമത്തെ എ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ ABCD ഈസ് എ പാരലോഗ്രാം. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് സി ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ഡയഗണൽ AC. മൂന്നാമത്തെ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് എ ആൻഡ് സി. നാലാമത്തെ ഡസ് ദിസ് ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ Y. അതായത് ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. സിയുടെ സൂചക സംഖ്യകൾ കാണണം, വികരണം AC ചെരിവ് കാണണം, AC ഇവയിലൂടെ കടന്നു പോകുന്ന വരയുടെ സമവാക്യം എഴുതണം. ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുമോ? എന്തുകൊണ്ട്? ഇവിടെ ഒന്നാമത്തെ ചോദ്യം സിയുടെ സൂചക സംഖ്യകളാണ് കണ്ടത്. ഇവിടെ എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് വ്യത്യാസം എയിൽ നിന്ന് ബിയിൽ, ഇത് 2 തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉള്ള എക്സ് വ്യത്യാസം നമ്മൾ നോക്കണം. എക്സ് വ്യത്യാസം എത്ര വരും, വൈ വ്യത്യാസം എത്ര വരും എന്നുള്ളത് നോക്കണം. ഞാൻ വരച്ച് വന്നപ്പോൾ ഇത്തിരി സമാന്തരമായിട്ട് വൈ ഈ 2 വശവും വന്നു. അപ്പോൾ എക്സ് വ്യത്യാസം 1ൽ നിന്ന് 5 എത്താൻ വേണ്ടി 4 വ്യത്യാസവും, വൈ വ്യത്യാസം 2ൽ നിന്ന് 3 എത്താൻ വേണ്ടി 1 വ്യത്യാസം വന്നു. അതേ വ്യത്യാസം തന്നെ ഡിയിൽ നിന്ന് സിയിലെത്തണം. കാരണം ഇതൊരു സാമാന്തരിക അഥവാ പാരലോഗ്രാമാണ്. അപ്പം എക്സ് വ്യത്യാസം 4 വരണം. അപ്പം 4ൻ്റെ കൂടെ ഇവിടെ എക്സിൻ്റെ കോർഡിനേറ്റ് 4ആണ്. 4ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 8 വന്നു. നല്ലേ ഉള്ളൂ 4 വ്യത്യാസം വരത്തുള്ളൂ. ഇനി 6ൻ്റെ വൈ വ്യത്യാസം 1 കൂടണം. അപ്പോൾ 6ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 7. അപ്പോൾ ഒന്നാമത്തെ ആൻസർ സിയുടെ സൂചക സംഖ്യകൾ 8 7. രണ്ടാമത്തെ ACയുടെ ചരിവ് കാണുക. ACയുടെ സ്ലോപ്പാണ് കാണേണ്ടത്. സ്ലോപ്പ് ഓഫ് ACയുടെ ചരിവ് കാണാൻ എങ്ങനെയാണ് കാണുന്നത്? എയുടെയും സിയുടെയും കോർഡിനേറ്റ്സിൽ വൈയുടെ വ്യത്യാസങ്ങൾ കാണുക. അതായത് 7 - 2 ബൈ എക്സുകളുടെ വ്യത്യാസം 8 - 1. അപ്പോൾ 7 - 2 5, 8 - 1 7. അപ്പോൾ 5/7 ആണ് സ്ലോപ്പ് അഥവാ ചരിവ്. അതായത് ഇതിനെ x2 y2 എന്നും ഇതിനെ x1 y1 എന്നും എടുക്കുകയാണെങ്കിൽ
y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ് സ്ലോപ്പിൻ്റെ ഫോർമുല. ഇനി മൂന്നാമത്തത് എ സി ഇവയിലൂടെ കടന്നു പോകുന്ന വരയുടെ സമവാക്യമാണല്ലോ, ഇക്വേഷനാണല്ലോ. എയും സിയും കൂടെ പാസ് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എക്സും വൈയും ഉണ്ടാകണം അല്ലേ. അപ്പോൾ y മൈനസ് y1 എന്ന് പറയുന്നത് ഇവിടുത്തെ y1 2 ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. എം ആണ് സ്ലോപ്പിൻ്റെ ആൽഫബറ്റ്. എം എന്ന് പറയുന്നത് 5/7 ആണ്. ഇൻറ്റു എക്സ് മൈനസ് x1 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 7 ഇൻറ്റു y മൈനസ് 2, ഈ ഡിനോമിനേറ്ററിലെ 7 അങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക, ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് മൈനസ് 1. ഇവിടെ 7y മൈനസ് 7 ഇൻറ്റു y 7y മൈനസ് 7 ഇൻറ്റു 2 14 ഈക്വൽ ടു, അതേപോലെ ഇവിടെ ഓപ്പൺ ചെയ്യുക, 5x മൈനസ് 5. നമുക്ക് എപ്പോഴും ആദ്യം എക്സിൻ്റെ എഴുതുക, പിന്നെ ഈ y അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് 7y ആയി. പിന്നെ ഓൾറെഡി മൈനസ് 5 ഇവിടെ ഉണ്ട്. ഈ മൈനസ് 14 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 14 ആയി. അപ്പോൾ ഈ രണ്ട് ടേമും ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല, അതായത് ഈക്വൽ ടു 0. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 5x മൈനസ് 7y മൈനസ് 5 പ്ലസ് 14 എന്ന് പറയുന്നത് പ്ലസ് 9 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? ആധാരബിന്ദുവിലൂടെ ഈ വര കടന്നു പോവുക, ഒറിജിനെ കൂടെ കടന്നു പോവുക. ആധാരബിന്ദു 0 0 അല്ലേ, ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് 0 0 ആണ്. നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടല്ലോ, ആ വാല്യൂ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ എക്സിന് പകരവും വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ വൈക്ക് പകരവും ഇട്ട് കൊടുക്കുമ്പം ഈക്വൽ ടു 0 കിട്ടിയാൽ ഈ വര ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം നമുക്കിവിടെ ആധാരബിന്ദു അഥവാ ഒറിജിൻ 0 0 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഈ എക്സിന് 0 ഇട്ട് കൊടുക്കുക, 5 ഇൻറ്റു 0 മൈനസ് വൈക്കും 0 ഇട്ട് കൊടുക്കുക, പ്ലസ് 9. ഇത് 0 കിട്ടുമോ നമുക്ക് നോക്കാം. 5 ഇൻറ്റു 0 0 മൈനസ് 7 ഇൻറ്റു 0 0 പ്ലസ് 9. ഇത് ഈക്വൽ ടു 0 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഈ പോയിന്റ് 0 0 എന്ന പോയിന്റ് ഈ ലൈനെ കൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ഇറ്റ് വിൽ നോട്ട് പാസ് ത്രൂ ദ ഒറിജിൻ 0 0. 0 0 എന്ന ബിന്ദുവിൽ കൂടി ഈ വര കടന്നു പോവുകയില്ല എന്ന് എഴുതിയാൽ മതി. ഇത് 16ാമത്തെ എ ചോദ്യമാണ്. 16ാമത്തെ ബി ചോദ്യം ഇനി നമുക്ക് ചെയ്യാം. ഇനി ബി ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ പി ക്യു ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ഒന്നാമത്തെ പാർട്ട് കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ക്യു. രണ്ടാമത്തെ കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പി ആർ ആൻഡ് എ ക്യു. മൂന്നാമത്തെ കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻട്രോയിഡ് ഓഫ് ദി ട്രയാങ്കിൾ പി ക്യു ആർ. അതായത് ചിത്രത്തിൽ എ ബി സി ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പിയും ക്യൂവും ആറും. ഒന്നാമത്തെ ചോദ്യം പിയും ക്യൂ എന്നിവയുടെ സൂചക സംഖ്യകൾ കണക്കാക്കണം. രണ്ടാമത്തത് പി ആർ എ ക്യു എന്നീ വരകൾ മുറിച്ച് കിടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ പി ക്യു ആർ എന്ന ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം കണക്കാക്കുക. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? എ ബി സി എന്ന ട്രയാങ്കിളിലെ ഓരോ സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് ആണ് പിയും ക്യൂവും ആറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. പിയുടെ സൂചക സംഖ്യയും ക്യൂവിൻ്റെ സൂചക സംഖ്യയും കാണണം. മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? മധ്യബിന്ദു നടുക്കത്തത്, അതായത് എക്സുകൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുക. 3 + 1/2 കണ്ടോ. എയുടെയും എ ബിയുടെ മധ്യബിന്ദുവാണ് പി, മിഡ് പോയിന്റ് ആണ് പി. അപ്പോൾ എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റുകൾ കൂട്ടിയിട്ട് പകുതി കാണുക. അതേപോലെ വൈ കോർഡിനേറ്റ്സ്, വൈ സൂചക സംഖ്യകളും കൂട്ടിയിട്ട് പകുതി കാണുക. 6 + 0/2. അപ്പോൾ എന്ത് വന്നു? പിയുടെ കോർഡിനേറ്റ്സ് എന്താണ്? 3 1 4, 4ൻ്റെ പകുതി 2, 6 0 6, 6ൻ്റെ പകുതി 3. ക്ലിയർ ആയില്ലേ? അതേപോലെ നമുക്ക് ക്യൂവിൻ്റെയും കൂടെ കാണാം. ക്യൂ എന്ന് പറയുന്ന ബി സിയുടെ മിഡ് പോയിന്റാണ്. അപ്പം ബിയും സിയും മാത്രം നോക്കിയാൽ മതി അല്ലേ. എക്സുകൾ കൂട്ടുക, 1 ഉം 11 കൂടെ കൂട്ടിയിട്ട് പകുതി, വൈകൾ കൂട്ടുക 0
പ്ലസ് 0/2 അല്ലേ? അപ്പോൾ 0 തന്നെ വരത്തുള്ളല്ലോ. അപ്പോൾ 12ൻ്റെ പകുതി, ക്യൂവിൻ്റെ സൂചക സംഖ്യകൾ 12ൻ്റെ പകുതി 6ഉം 0 അല്ലേ? ഇനി നമുക്ക് രണ്ടാമത് ചോദിച്ചിരിക്കുന്ന PR, AQ എന്നീ വരകൾ മുറിച്ച് കിടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ, അതായത് PRഉം AQവും ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? മിഡ് പോയിന്റ്സ് ആണ് ജോയിൻ ചെയ്തതിൽ നമുക്ക് കിട്ടിയത്. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, APQR ഇതൊരു പാരലോഗ്രായിട്ട് കിട്ടത്തുള്ളൂ. കാരണം മിഡ് പോയിന്റ്സ് മധ്യബിന്ദുക്കളെ യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ മറ്റേ വശത്തിന് പാരലായിട്ട് ഇത് വരത്തുള്ളൂ, സമാന്തരമായിട്ടേ വരത്തുള്ളൂ. അതായത് എതിർവശങ്ങൾ സമാന്തരമായിട്ട് വരും. അതേപോലെ ഇതിന് സമാന്തരമായിട്ട് ഇതിനും വരത്തുള്ളൂ, പാരലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ APQR ഒരു പാരലോഗ്രാം. ആ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ അല്ലേ PR, വികരണം അല്ലേ PR. അതേപോലെ രണ്ടാമത്തെ വികരണം അല്ലേ ഈ AQ. ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് അല്ലേ ചോദിച്ചത്, അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യം എന്താ? ഒരു സാമാന്തരികത്തിൻ്റെ വികരണങ്ങൾ പരസ്പരം മധ്യബിന്ദുവിൽ കൂടെയാണ് കടന്നു പോകുന്നത്, ബൈസെക്റ്റ് ചെയ്യും, ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ ഈ PRൻ്റെ മിഡ് പോയിന്റ് എടുത്താൽ പോരെ, ഇപ്പോൾ Pയുടെ അല്ലെങ്കിൽ AQവിൻ്റെ മിഡ് പോയിന്റ് എടുത്താൽ പോരെ. ഇപ്പോൾ Qവിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി അല്ലേ? Qവിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? 6, 0. അപ്പോൾ ഈ AQവിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് ഇപ്പോൾ ഈ ഇതിനൊരു ഓന്നവലം ആൽഫബറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? എക്സുകൾ കൂട്ടുക 3 + 6/2, വൈകൾ കൂട്ടുക 6 + 0/2. അപ്പോൾ അതിൻ്റെ സൂചക സംഖ്യകൾ എന്ത് വന്നു? 6, 3, 9ൻ്റെ പകുതി 9/2, 6/2 3. ഇനി നമ്മളോട് മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് PQR എന്ന ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കാണണം, അഥവാ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കണം. സെൻട്രോയിഡ് എന്താ? മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന, അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന്, ഒരു മൂലയിൽ നിന്ന് എതിർവശത്തെ മിഡ് പോയിന്റ് മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര, അതല്ലേ ഈ AQ. അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് BR വരയ്ക്കാമല്ലോ അല്ലേ? കാരണം 6 മിഡ് പോയിന്റ് ആണ്. ഇനി അതേപോലെ CPയും വരയ്ക്കാമല്ലോ. ഇത് മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ കൊടുക്കുന്ന ആൽഫബറ്റ് G, സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ സെൻട്രോയിഡ് ഈ ഓരോ സ്ട്രെയിറ്റ് ലൈൻ, അതായത് AQവിനെ ആണെങ്കിലും BRനെ ആണെങ്കിലും CPനെ ആണെങ്കിലും 2:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. 2:1 എന്ന അംശബന്ധത്തിലേ അത് മുറിക്കത്തുള്ളൂ, അത് ഏത് ത്രികോണമാണെങ്കിലും അങ്ങനെ മുറിക്കത്തുള്ളൂ. അപ്പോൾ ആ G, ഇപ്പോൾ ഈ പോയിന്റ് ആണല്ലോ G, ഈ പോയിന്റ് ആണ് G. അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. ഇവിടെ AQ അല്ലേ, ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും 2 ഭാഗവും ഇത്രയും 1 ഭാഗവും, അങ്ങനെയാണല്ലോ ടോട്ടൽ 3ൽ 2 ഭാഗം AG വരെയും 3ൽ 1 ഭാഗം GQ ആണല്ലോ. അപ്പോൾ നമുക്ക് കാണേണ്ട സെൻട്രോയിഡ് G ആണ്. ജിയുടെ സൂചക സംഖ്യകൾ കാണാൻ വേണ്ടിയിട്ട് എയിൽ നിന്നും, അതായത് 3ൻ്റെ കൂടെ എത്ര കൂട്ടണം? 3ൽ 2 ഭാഗം ആരുടെ? ടോട്ടൽ 6 - 3യുടെ 3ൽ 2 ഭാഗം കൂട്ടുക. അതേപോലെ y സൂചക സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ y കോർഡിനേറ്റ് 6 ആണ്. 6ൻ്റെ കൂടെ 3ൽ 2 ഭാഗം എത്ര? 0 - 6 കൂട്ടണം. അപ്പം എല്ലാ ബ്രാക്കറ്റും കൂടെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ഇടാം. അപ്പം G 3+ ഇവിടെ 6ൽ നിന്ന് 3 പോകുമ്പോൾ 3, ആ 3 ഈ 3 കൂടെ കട്ട് ചെയ്ത് പോകും അല്ലേ? അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? 2. ഇവിടെ 6+ ഇവിടെ 0ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ മൈനസ് ആകും. ആ 6ഉം 3ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ മുകളിൽ 2 വരും. അപ്പോൾ ആ മൈനസ് ഞാൻ ആദ്യം ഇട്ടു. 2 ഗുണം ഇവിടുത്തെ 2, 2 ഗുണം 2 4. അപ്പോൾ എന്ത് വന്നു? G
മൂന്നും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5, 6 4 പോകുമ്പോൾ 2. അപ്പോൾ സൂചക സംഖ്യകൾ ഏതാണ്? സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് 5, 2. പിന്നെ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. സെൻട്രോയിഡ് ജി കാണാൻ വേണ്ടിയിട്ട് ഈ 3, അതായത് എയുടെയും ബിയുടെയും സിയുടെയും സൂചക സംഖ്യകൾ എടുക്കുക, അതിൻ്റെ എക്സ് സൂചക സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക, ബൈ 3 കാണുക, വൈ സൂചക സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക, ബൈ 3 കാണുക. ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ജി എന്ത് കിട്ടി? എക്സ് സൂചക സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക, അതായത് 3ഉം 1ഉം 4, 4ഉം 11. 4ഉം 11 എത്രയാണ്? 15 ബൈ 3. ഇനി വൈകളെല്ലാം കൂടെ കൂട്ടുക, 6ഉം 0ഉം 6, 6ഉം 0 കൂടെ വീണ്ടും കൂട്ടുമ്പോൾ 6 തന്നെ, 6 ബൈ 3. അതായത് എന്ത് വന്നു? 15നെ 3 കൊണ്ട് അതായത് 15നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5, 6നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2. സെയിം ആൻസർ കിട്ടിയില്ല. ഏത് രീതിയിൽ ചെയ്താലും മാർക്ക് കിട്ടും. അപ്പോൾ സെക്ഷൻ സിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എല്ലാവരും ചെയ്ത് പഠിക്കുക.